മക്കളെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ സാർ നേരത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഒറ്റ പ്രിൻസിപ്പിൾ നമ്മൾ ഓർത്തിരുന്നാൽ മതി. നമ്മൾ എന്താ ഓർത്തിരിക്കേണ്ടത്? nth റൂട്ട് ഓഫ് എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ അത് എ ആയിരിക്കും. ഇത്ര ഓർത്തിരുന്നാൽ മതി. nth റൂട്ട് ഓഫ് എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ. എന്തുകൊണ്ടാണ്? nth റൂട്ട് ഓഫ് എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എൻ ദ ഹോൾ റൈസ് ടു 1/n. അപ്പോൾ എന്നും എന്നും കട്ടായി പോയിട്ട് അത് എ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് ഓരോന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയേ. ആദ്യമേ ഫോർത്ത് റൂട്ട് ഓഫ് 81. 81നെ നമുക്ക് എങ്ങനെ വിളിക്കാം? 81നെ നമുക്ക് 3/4. 81നെ 3/4 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് റൂട്ട് ഓഫ് 81 എന്ന് പറയുമ്പോൾ ഫോർത്ത് റൂട്ട് ഓഫ് 3/4. ഫോർത്ത് റൂട്ട് ഓഫ് 3/4 ഈസ് 3. അപ്പം നമുക്ക് അതിനെ 3 എന്ന് എഴുതാം. ഇനി അടുത്തത് നോക്കിയേ, 8 ഇൻറ്റു ക്യൂബിക് റൂട്ട് ഓഫ് 216. അപ്പം 216നെ നമുക്ക് 6 ക്യൂബ് എന്ന് പറയാം. സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മക്കൾ ആദ്യത്തെ ഒരു 10 ക്യൂബുകളെങ്കിലും ബൈഹാർട്ട് ചെയ്യണം. 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്, അങ്ങനെ 10 ക്യൂബ് വരെ എങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. അപ്പോൾ 216 എന്ന് പറഞ്ഞാൽ 6 ക്യൂബാണ്. അപ്പം നമുക്ക് ക്യൂബിക് റൂട്ട് ഓഫ് 6 ക്യൂബ് എന്ന് പറയുമ്പം 6 എന്ന് വരും. അപ്പം ഇവിടെ 8 ഇൻറ്റു 6, നമ്മളിവിടെ 8 ഇൻറ്റു 6. ഇനി അടുത്തത് എന്താണ്? 32 എന്ന് പറഞ്ഞാൽ 2/5 ആണ്. അപ്പോൾ ഫിഫ്ത്ത് റൂട്ട് ഓഫ് 2/5 2 എന്ന് വരും. അത്രയും ചെറുതായി, പെട്ടെന്ന് ചെറുതായി. അപ്പോൾ 15 ഇൻറ്റു 2 എന്ന് അവിടെ വരും. 15 ഇൻറ്റു 2 ഇതാ ഇവിടെ വന്നു. ലാസ്റ്റ് നമ്മൾ കാണുന്നത് റൂട്ട് ഓഫ് 225. അത് നമുക്കറിയാം 15 ആണ്. അപ്പം നമ്മൾ ലാസ്റ്റ് വന്നത് 15 എന്ന് എഴുതി. ഇനി നമ്മളിത് വെറുതെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് 3 മൈനസ് 8 ഇൻറ്റു 6 48 ആണ്. 15 ഇൻറ്റു 2 30. 30 പ്ലസ് 15 ഈസി ആയിട്ട് 3 പ്ലസ് 30 പ്ലസ് 15 അത് 48 വരും. 48 മൈനസ് 48 ആൻസർ 0. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം, nth റൂട്ട് ഓഫ് എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ അത് എ ആണ്. രണ്ടാമത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? നമുക്ക് ഇപ്പോൾ 32 എന്ന് പറയുമ്പോഴേ 2/5 എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഈ 2ൻ്റെ കുറച്ച് കാര്യങ്ങൾ സാറ് പറഞ്ഞു തരാം. 2ൻ്റെ പവർ നമ്മൾ അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കണം. സാറ് പറഞ്ഞു തരാം, മക്കളെ എഴുതി വയ്ക്കണം. 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 2/4 16 ആണ്. 2/5 32 ആണ്. 2/6 64 ആണ്. 2/7 128 ആണ്. 2/8 256. 2/9 512 ആണ്. 2/10 1024. 1024. 2/1 മുതൽ 2/10 വരെ മക്കളൊരു കോളം ഇട്ട് മക്കളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കണം. കാരണം നമുക്ക് പല സ്ഥലങ്ങളിലും അത് ആവശ്യമുണ്ടാവും. ഇനി അതുപോലെ തന്നെ നമുക്ക് 3യുടെയും 3 സ്ക്വയർ, 3 ക്യൂബ്, 3/4, 3/5, 3/6 അത്രയെങ്കിലും ബൈഹാർട്ട് ചെയ്തിരുന്നാൽ നല്ല കാര്യമാണ്. നമുക്ക് മുന്നോട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുമ്പം അതൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ 4ൻ്റെയും 4/5 വരെയെങ്കിലും, അതുപോലെ 5 ക്യൂബ്, 5/4, 5/5 അത്രയെങ്കിലും മക്കളൊന്ന് ഓർത്തിരിക്കണം. ഇതൊക്കെ ചെറിയ ട്രിക്കുകളാണ്. നമുക്ക് കണക്കുകൾ സ്പീഡിൽ ചെയ്യാൻ പറ്റിയ ചില ട്രിക്കുകളാണ്. സാറ് പറഞ്ഞല്ലോ, സാറ് 20% നിന്നും BSc പ്രൈവറ്റായിട്ട് റാങ്ക് വാങ്ങിച്ചു. സാറിൻ്റെ ട്യൂഷൻ ടീച്ചർ കുറച്ചൊരു ട്രിക്കുകൾ പറഞ്ഞു തന്നു. അതിനകത്ത് ഇങ്ങനെയുള്ള കുറേ ചെറിയ ട്രിക്കുകളൊക്കെ ഉണ്ട് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആ ഒരു സ്പീഡും ആ ഒരു ട്രിക്സും ഒക്കെ അപ്ലൈ ചെയ്താണ് സാർ BSc റാങ്ക് ഹോൾഡർ ആയത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് സാർ പറയുന്നത്. ചില ട്രിക്കുകൾ, ചില കാര്യങ്ങൾ ഓർത്തിരിക്കാൻ മക്കളോട് പറഞ്ഞാൽ അപ്പം തന്നെ അത് നോട്ട് ചെയ്തിട്ട് ആ രീതിയിൽ മക്കൾ മുന്നോട്ട് പോകണം.
അതുപോലെ തന്നെ സ്ക്വയർ റൂട്ടിൻ്റെ ഒക്കെ ചില ട്രിക്കുകൾ സാർ മുന്നോട്ട് പറഞ്ഞു തരാം. ഒരുപാട് ട്രിക്കുകൾ സാർ മുന്നോട്ട് പറഞ്ഞു തരാം. മക്കൾക്ക് അപ്പോൾ സാറിൻ്റെ വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം.